ഈ കേരളത്തിലും സിസ്റ്റേഴ്സ് ആക്ഷേപിക്കപ്പെട്ടിട്ടില്ലേ? എത്രയോ കേസുകൾ നമുക്കതിന് ഉദാഹരണം പറയാനുണ്ട്. ഞങ്ങളങ്ങനെ മറവിയുള്ളവരല്ല, പക്ഷെ ഞങ്ങൾ അപാരമായ ക്ഷമയുള്ളവരാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടിയും താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇങ്ങനെയുള്ള വർഗീയ ശക്തികളെ സഹായിക്കുകയും അവരെ അഴിഞ്ഞാടാൻ അനുവദിക്കുകയും ചെയ്യുന്നതാണ് ഈ വിപത്തിന്റെ കാരണം. സംഘപരിവാർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിന്റെ രാഷ്ട്രീയ എതിരാളികൾ, വിമർശകർ എല്ലാ കാലത്തും പറയുന്ന ഒന്നാണ്, ഒടുവിൽ അവർ നിങ്ങളെയും തേടി വരും എന്നുള്ളത്. അങ്ങനെ തേടി വന്നു എന്നൊരു തിരിച്ചറിവ് കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് തെരുവിൽ കണ്ടത് അതിന്റെ പ്രതിഫലനമാണോ? എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ തള്ളി പറയേണ്ടി വരുന്ന സാഹചര്യം സഭകൾക്കുണ്ടാകുന്നത് വേട്ടയാടപ്പെടുന്നു എന്ന തിരിച്ചറിയൽ നിങ്ങൾക്കുണ്ടായതുകൊണ്ടാണോ? നമ്മൾ ഇന്ന് ഈ സിസ്റ്റേഴ്സിൻ്റെ വിഷയവുമായി ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്ന വലിയ ഒരു അനീതിയെ നമ്മൾ കണ്ടു. അതിനെക്കുറിച്ച് ഭാരതത്തിലെ പൊതുസമൂഹം, രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത എല്ലാവരും അത് അനീതിയാണെന്ന് തിരിച്ചറിഞ്ഞു. വ്യക്തമായ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഈ ജാമ്യം നിഷേധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. കാരണം മജിസ്ട്രേറ്റ് കോടതിയിലോ സെഷൻ കോടതിയിലോ ജാമ്യം കിട്ടാനോ ഈ കേസ് പരിഗണിക്കാനോ പറ്റാത്ത വിധത്തിലുള്ള വളരെ ആലോചിച്ച് ആസൂത്രണം ചെയ്ത ഒരു കുറ്റപത്രമാണ് സമർപ്പിക്കപ്പെട്ടത്. അതിൽ ചാർത്തപ്പെട്ട വകുപ്പുകളിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യക്കടത്ത്, ഇതൊക്കെയും ഈ കേസ് കൃത്യമായി NIA കോടതിയിലേക്ക് എത്തണമെന്നുള്ള മുൻകൂട്ടിയുള്ള ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ സംശയിച്ചാൽ അതിൽ തെറ്റില്ല. കാരണം ആദ്യമേ കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ അതിലില്ലാത്ത വകുപ്പുകൾ പിന്നീട് അതിൽ ചാർക്കുന്നതും തുടക്കം മുതൽ ഈ സമയം വരെയുള്ള ഇടപെടലുകളിലെ ദുരൂഹതകളും, വർഗീയ ശക്തികൾ, സങ്കുചിത താല്പര്യമുള്ള പ്രസ്ഥാനങ്ങൾ ഭരണകൂടങ്ങൾക്കോ നിയമവ്യവസ്ഥിതിക്കോ ഒക്കെ മീതെ വളർന്ന് അതിനെ ചൊൽപ്പടിക്ക് നിർത്താൻ ശ്രമിക്കുന്നതിന്റെ വളരെ ദയനീയമായ കാര്യമാണ്. ഫാദർ ടോം അലിക്കൽ, ഒരു ക്രൈം നടന്നു എന്ന് വിചാരിക്കുക. ആ FIR-ൽ പറയുന്ന 2 ക്രൈമുകളും നടന്നിട്ടുണ്ട് എന്നു തന്നെ വിചാരിക്കുക. അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ FIR-ൽ പറയുന്ന ക്രൈം നടന്നിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുക. അപ്പോഴും അത് സർക്കാരിനും ക്രൈം ചെയ്തവർക്കും ഇടയിൽ, നിയമ സംവിധാനത്തിനും കുറ്റവാളികൾക്കും ഇടയിൽ വേണമല്ലോ നടക്കാൻ. ഇവിടെ പക്ഷേ ഇന്ന് ഈ വിധി വരുമ്പോൾ അവിടെ രാഷ്ട്രീയ ആഘോഷ പ്രകടനങ്ങൾ കൂടി ഉണ്ടാവുകയാണ്. അത് ഒരു വല്ലാത്തതരം അനുഭവവും വല്ലാത്തതരം രാഷ്ട്രീയ പ്രഖ്യാപനവുമാണ്. ഞാൻ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ച വാചകവും അതുതന്നെയാണ്. നിയമ സംവിധാനത്തിൻ്റെ മേൽ വർഗീയ താല്പര്യമുള്ള സംഘടനകൾ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് തിരിച്ചറിയുന്നത്. അവരുടെ തീട്ടൂരങ്ങൾക്കനുസരിച്ച് നിയമം നിർമ്മിക്കാനോ ക്രമസമാധാന ചുമതലയുള്ള പോലീസോ ഗവൺമെൻറ്റോ ഒക്കെ അവർക്ക് വിധേയപ്പെടേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് നമ്മുടെ രാഷ്ട്രം എത്തി നിൽക്കുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ സംഭവിക്കുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് എന്നു മുതലാണ് നമ്മുടെ ന്യൂനപക്ഷങ്ങൾ ഭയപ്പാടിൽ ജീവിക്കേണ്ടി വരുന്നത്? ആ കാരണത്തെക്കുറിച്ചാണ് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്, രാഷ്ട്രീയമായ കുറ്റപ്പെടുത്തലുകൾക്കോ ഒക്കെ അതീതമായിട്ട്. ആ കാരണം എന്ന് പറയുന്നത് ഒറ്റ കാര്യം കൂടി, അതായത് ഇന്നിപ്പോ ഇവിടെ നിന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ഛത്തീസ്ഗഡിലേക്ക് പോയ അനൂപ് ആന്റണി ഈ കോടതി മുറിയുടെ പുറത്തു വെച്ച് പറഞ്ഞ ഒരു കാര്യം, അവിടെ പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർത്തില്ല എന്നാണ്. എല്ലാ സഹായവും നൽകാൻ ആണ് സർക്കാർ നൽകുകയാണ് എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് വിധി പുറത്തു വരുമ്പോൾ സർക്കാർ കർശന ബുദ്ധിയോടെ അതിനെ എതിർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയും മതപരിവർത്തനം നടക്കുമെന്നടക്കം നിലപാട് സ്വീകരിച്ചതായും കാണാം. നിങ്ങൾ ഇതിൽ ഏത് നിലപാടിനെയാണ് വിശ്വസിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്. എന്നെ കൊണ്ടത് പൂർത്തിയാക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെയും ഈ വർഗീയ ശക്തികളെ ഒരു താൽക്കാലിക ലാഭത്തിന് വേണ്ടി പ്രീണിപ്പിക്കുന്ന നടപടിയുണ്ട്. അത് ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും. 1968 മധ്യപ്രദേശിൽ കോൺഗ്രസ് ഗവൺമെൻറ് മൃദുഹിന്ദുത്വ സമീപനത്തിൻ്റെ ഭാഗമായി തുടങ്ങിവെച്ച നിയമത്തിൻ്റെ പരിണിതഫലമാണല്ലോ ഇന്ന് ഈ 2 സിസ്റ്റേഴ്സ് അറസ്റ്റ് ചെയ്യപ്പെടാനിടയായത്, അനവധി ക്രൈസ്തവർക്കെതിരെ പീഡനങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയും താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇങ്ങനെയുള്ള വർഗീയ ശക്തികളെ സഹായിക്കുകയും അവരെ അഴിഞ്ഞാടാൻ അനുവദിക്കുകയും ചെയ്യുന്നതാണ് ഈ വിപത്തിൻ്റെ കാരണം. നമ്മളിവിടെ സഭ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്കൊരു രാഷ്ട്രീയവുമില്ല, വളരെ കൃത്യമായി പറയുകയാണ്. 1998 BJP ഗവൺമെൻറ് മുതൽ ഈ 2025 വരെയുള്ള ഇന്ത്യയിൽ നടന്ന ക്രൈസ്തവ പീഡനത്തിൻ്റെ ഒക്കെയും എണ്ണം നല്ല ഓർമ്മയുണ്ട്. കേരളത്തിൽ ഞങ്ങൾ അനുഭവിച്ച അധിക്ഷേപങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ കേരളത്തിലും സിസ്റ്റേഴ്സ് ആക്ഷേപിക്കപ്പെട്ടിട്ടില്ലേ?
എത്രയോ കേസുകൾ നമുക്കതിന് ഉദാഹരണം പറയാനുണ്ട്. ഞങ്ങൾ അങ്ങനെ മറവിയുള്ളവരല്ല, പക്ഷെ ഞങ്ങൾ അപാരമായ ക്ഷമയുള്ളവരാണ്. അതുകൊണ്ടാണ് സിസ്റ്റർ റാണി മരിയെ കുത്തിവീഴ്ത്തിയ ഘാതകന് വീട്ടിലെത്തിയപ്പോൾ അമ്മ തന്നെ ആഹാരം വിളമ്പി കൊടുക്കുന്നു സിസ്റ്ററിന്റെ. അപ്പോൾ ക്ഷമയുണ്ട് എന്ന് കരുതി മറവി ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം. അതുകൊണ്ട് ഇവിടെ നടക്കുന്നത് ക്രൈസ്തവ സമൂഹം പല രീതിയിൽ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, സ്വാഭാവിക നീതി നിഷേധിക്കപ്പെടുന്നുണ്ട്. നമുക്ക് ഭരണഘടനയുടെ പവിത്രത മാനിക്കപ്പെടുന്ന രീതിയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെയുള്ള സംഘടനകളെ നിയന്ത്രിക്കാൻ തയ്യാറാവുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും ഒരാനുകൂല്യവും ആവശ്യമില്ല, നിയമം അതിൻ്റെ രീതിയിൽ നടക്കണം. പക്ഷെ നിയമത്തെ VHPയുടെ വഴിക്ക്, ബജരംഗദളിന്റെ വഴിക്ക്, അതല്ലെങ്കിൽ ABVPയുടെ വഴിക്ക് നടത്താൻ ശ്രമിക്കുന്നതിനെയാണ് ഇന്ന് ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടേയിരിക്കുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടെല്ലാം സഭയ്ക്ക് ഒരേ സമീപനമാണ്. അവർ രാഷ്ട്ര നിർമ്മിതിയിൽ ഏർപ്പെടുന്നവരായതുകൊണ്ട് ഞങ്ങൾ അവരോട് കലഹത്തിനല്ല, നിരന്തര സംഭാഷണത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു.